മുസ്ലിം ലീഗിനെ കോൺഗ്രസ് അവഗണിക്കുകയാണെന്ന് LDF കൺവീനർ പി ജയരാജൻ. ലീഗിന്റെ പിന്തുണ കൊണ്ടാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. LDF ഘടകകക്ഷികളോട് CPIM അത്തരമൊരു നിലപാട് സ്വീകരിക്കില്ലെന്നും പി ജയരാജൻ പറഞ്ഞു. RJDയിൽ ഇനി എന്തെങ്കിലും അവർക്ക് പ്രത്യേക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചർച്ച ചെയ്യും. അതിലൂടെ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം RJDയുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും. മുസ്ലിം ലീഗ് അവരുടെ നിലപാട് അവർ വ്യക്തമാക്കേണ്ടതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഗതികളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മാത്രം. കൂടുതൽ കൊടുക്കണമെന്ന് LDFന് ആഗ്രഹമുണ്ടോ? അല്ല, സീറ്റ് കൂടുതലല്ല, ഞാൻ പറയുക മുസ്ലിം ലീഗ് അവരുടെ പിന്തുണ കൊണ്ടാണ് കോൺഗ്രസ് കേരളത്തിൽ സീറ്റുകൾ നേടി ജയിച്ചു വരുന്നത്. അത് കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാകാൻ കഴിയുന്നതേ ഉള്ളൂ. ആ നീതി മുസ്ലിം ലീഗിനോട് കാണിച്ചില്ല. അവരെ അവഗണിക്കുന്നൊരവസ്ഥയാണ് സ്വീകരിച്ചത്. അത്തരത്തിലുള്ള ഒരവസ്ഥയും ഇടതുപക്ഷ മുന്നണി ഒരു പാർട്ടികളോട് സ്വീകരിക്കില്ല. വിജനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിജനി, RJDയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മുന്നണിയിൽ പ്രശ്നമുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഇതിലിപ്പോൾ എങ്ങനെയാണ് പി ജയരാജൻ മറുപടി നൽകുന്നത്? കീർത്തി, തീർച്ചയായും LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സുശക്തമായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ പാർട്ടികളും LDFിലെ ഘടകകക്ഷികളും ഒപ്പം തന്നെ LDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള കക്ഷികൾ ഉൾപ്പെടെ അവർ കൃത്യമായ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. RJDയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓരോ പാർട്ടികൾക്കും LDFിൽ പല പല വിഷയങ്ങൾ അവതരിപ്പിക്കാനുണ്ടാവും. അവരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടെ LDF യോഗങ്ങളിൽ അവർ ഉന്നയിക്കും. അത് അനുഭാവപൂർവ്വം അവരുമായി ചർച്ച ചെയ്ത് ഓരോ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യുകയും LDF പൊതുവായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുമാണ് പതിവ്. ആ രീതിയാണ് LDF എക്കാലത്തും സ്വീകരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ RJD വിഷയത്തിലും അത്തരം ആവശ്യങ്ങൾ ഉൾപ്പെടെ LDF അനുഭാവപൂർവമായ സമീപനമാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചു പോകുന്നത്. RJDക്ക് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ആവശ്യങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ അത് വീണ്ടും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് LDF കൺവീനർ വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ ലീഗ് ആവശ്യപ്പെട്ട 3ാം സീറ്റ് കോൺഗ്രസ് നൽകുവാൻ തയ്യാറാകാതെ അവരെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ലീഗ് ഈ 3 സീറ്റ് ലഭിക്കാൻ അവർ പ്രാപ്തരാണ്. അത്തരത്തിൽ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് ലീഗ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ, കോൺഗ്രസ് വിട്ട് UDFിൽ നിന്ന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസ് നേടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ലീഗ് ഇല്ലാതെ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയില്ല എന്ന കാര്യം കോൺഗ്രസ് മറക്കരുത് എന്നും LDF കൺവീനർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ LDFിലെ ഒരു ഘടകകക്ഷികളെയും ഈ ലീഗിനോട് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം LDFിലെ ഒരു ഘടകകക്ഷികളോടും CPIMO അതുപോലെ തന്നെ LDFO സ്വീകരിക്കില്ല എന്നും പി ജയരാജൻ വ്യക്തമാക്കുന്നു. ശരി, അപ്പൊ തന്നെ ഈ ലീഗ് വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും എങ്ങനെയാണ് വിജിൻ? കാരണം ഈ ലീഗ് തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്, അത് കോൺഗ്രസ് തള്ളുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയമൊക്കെയായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലായി ലീഗ് ഈ 3ാം സീറ്റിനുള്ള ആവശ്യം പല ഘട്ടങ്ങളിലും ഉന്നയിച്ചിട്ടുണ്ട്, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായൊക്കെ. പക്ഷേ ഇതിനെല്ലാം കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ലീഗ് ആ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്ന തീരുമാനത്തിലേക്ക് ലീഗ് തന്നെ നേരത്തെ എത്തുകയും ചെയ്തു. ആ അഭിപ്രായമാണ് പല നേതാക്കളും ലീഗിനുള്ളിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ പി ജയരാജൻ വ്യക്തമാക്കുന്നത് ഈ 3ാം സീറ്റിന് ലീഗ് അർഹരാണ്. അവർ 3 സീറ്റുകളിൽ മത്സരിക്കാൻ ഉള്ള സംഘടനാ സംവിധാനം ഉള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFിൽ നിന്ന് പുറത്തു വന്ന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസ് നേടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിവുള്ള അത്തരം സംഘടനാ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ് എന്നും പി ജയരാജൻ LDF കൺവീനർ കൃത്യമായി വ്യക്തമാക്കുകയാണ്. കോൺഗ്രസ് ഇവരോട് സ്വീകരിക്കുന്നത് തെറ്റായ സമീപനമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് ലീഗ് 5ഓളം സീറ്റുകളിൽ മത്സരിച്ച പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സീറ്റിന് അർഹതയുമുണ്ട് എന്നും വ്യക്തമാക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലീഗിനോട് കോൺഗ്രസ് കാണിക്കുന്ന ഇത്തരം സമീപനം, ലീഗിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം, അവരുടെ അർഹമായ സീറ്റുകൾ നൽകാത്ത സമീപനം LDFിലെ ഒരു ഘടകകക്ഷിയോടും ഈ CPIMO അതുപോലെ തന്നെ LDFO കാണിക്കില്ല എന്നും പി ജയരാജൻ വ്യക്തമാക്കുകയാണ്. ശരി, വിജിനാണ് വിവരങ്ങൾ നൽകിയത്.